നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലത്തെഴുന്നേറ്റ് ഡോർ തുറക്കുമ്പോൾ നെഞ്ചത്തോട്ടൊരു റീത്ത് വന്ന് വീണാൽ എങ്ങനെയിരിക്കും? ആ അവസ്ഥയിലാണിപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ്. നെഞ്ചത്തോട്ട് റീത്ത് വന്ന് വീണതും കിടന്ന് കരച്ചിലും മോങ്ങലും AKG സെന്ററിൽ പോയി പിണറായി വിജയനോട് പരാതി പറയലും ഒക്കെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ന് കട്ടപ്പരിഹാസം വരികയാണ്. ഒരു വകുപ്പ് കയ്യിൽ കിട്ടിയിട്ട് അവിടെ ഇരുന്ന് കിഴങ്ങ് പറിക്കുകയാണോ ആരോഗ്യമന്ത്രി എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയെ സുഖിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒരു കസേര കളഞ്ഞു കുളിച്ചു എന്നാണ് പലരും ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതായത് സഭയുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി വീണ ജോർജിന് മന്ത്രി കസേര കൊടുത്തു എന്നുള്ള ആക്ഷേപം കാലാകാലങ്ങളായിട്ടുള്ളതാണ്. അത് വീണ്ടും മലയാളികൾ എടുത്തിട്ട് കുടഞ്ഞുകൊണ്ട് പറയുകയാണ്. വീണ ജോർജിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഇപ്പോൾ ശക്തമാകുകയാണ്. വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഒരു വഴിക്കൂടെ പ്രതിഷേധം നടത്തുകയാണ്. മറ്റൊരു വഴിക്കൂടെ KSUവിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതിനിടെ ഈ യൂത്ത് കോൺഗ്രസും KSUക്കാരും ഒക്കെ റീത്തും കൊണ്ടാണ് നടക്കുന്നത്. ആരോഗ്യ വകുപ്പിനും വീണ ജോർജിനും കൂടി ഒന്നിച്ചാണ് അവർ റീത്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ റീത്ത് വെച്ച യൂത്ത് കോൺഗ്രസ് നടപടിയെ വിമർശിച്ചുകൊണ്ട് CPMകാർക്ക് ഇപ്പോൾ കുരുപൊട്ടി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വളരെ മോശമായി പോയി എന്നാണ് പാർട്ടിയുടെ ഒരു നിലപാട്. ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്താൻ പാടില്ലായിരുന്നു, മാനവും നാണവും ഇല്ലാത്ത കോൺഗ്രസുകാരെ എന്നാണ് ഇപ്പോൾ CPMകാർ കരഞ്ഞുകൂവിക്കൊണ്ട് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ CPMകാർ പ്രതിഷേധം നടത്തിയപ്പോൾ പലയിടത്തും കൊണ്ടുപോയി റീത്ത് വെച്ചതിനെയാണ് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം കാട്ടുതീ പോലെ പടർന്ന സമയത്ത് പാലക്കാട് MLAയുടെ ഓഫീസിൽ ഇതുപോലെ കൊണ്ടുപോയി റീത്ത് വെച്ചിരുന്നു ഈ പറയുന്ന CPMകാർ. അപ്പോൾ നിങ്ങൾക്ക് റീത്ത് വെക്കാം, ബാക്കിയുള്ളവർ റീത്ത് വെക്കരുത് എന്നാണോ? ഇത് അടപടലം പിണറായി സർക്കാരിന് കൊണ്ടുപോയാണോ റീത്ത് വെച്ചത്, അതോ വീണ ജോർജിന് മാത്രമായിട്ട് കൊണ്ടുകൊടുത്ത ഉപഹാരമാണോ എന്ന് യൂത്ത് കോൺഗ്രസുകാർ ഒന്ന് പറയണമെന്ന് വീണ ജോർജിനെ പരിഹസിച്ചുകൊണ്ട് പലരും ഇപ്പോൾ പ്രതികരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട്ടുപടിക്കൽ യൂത്ത് കോൺഗ്രസ് റീത്ത് വെച്ചതിനെ അത്യന്തം ഗുരുതരമെന്ന് വിശേഷിപ്പിച്ച് ആക്രോശിക്കുന്ന CPM നേതൃത്വം കണ്ണൂരിലെ എഴുത്തുകാരന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ച സ്വന്തം പാർട്ടിക്കാരുടെ കാടൻ സംസ്കാരത്തിന് നേരെ കണ്ണടയ്ക്കുകയാണോ എന്നുള്ള ചോദ്യവുമുണ്ട്. റീത്ത് രാഷ്ട്രീയത്തിൽ CPM പുലർത്തുന്ന ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീടിന് മുന്നിൽ റീത്ത് വെച്ച സംഭവം ജനാധിപത്യ വിരുദ്ധമാണെന്നും മന്ത്രിയെ വിരട്ടാൻ നോക്കേണ്ട എന്നുമാണ് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചത്. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിഞ്ഞുകൊണ്ട് നടത്തിയ ആക്രമണമാണെന്നും CPM ആരോപിക്കുന്നുണ്ട്. മന്ത്രിയുടെ വീടിന് സുരക്ഷ വർദ്ധിപ്പിക്കാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനും പോലീസ് തിടുക്കം കാട്ടുമ്പോഴാണ് കണ്ണൂരിലെ സമാനമായ മറ്റൊരു സംഭവം CPMന്റെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നത്. CPMന്റെ രാഷ്ട്രീയ എതിരാളികളുടെ വീട്ടുപടിക്കൽ റീത്ത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന CPMന്റെ ഒരു കീഴ്വഴക്കമാണ്. അതായത് പാർട്ടിക്ക് അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടെന്ന്. ഏറ്റവും ഒടുവിലായി എഴുത്തുകാരൻ VS അനിൽകുമാറിന്റെ കണ്ണപുരത്തെ വീടിന് മുന്നിലായിരുന്നു റീത്ത് കൊണ്ടുവച്ച് ഭീഷണി മുഴക്കിയത്. പയ്യന്നൂരിലെ CPM ഫണ്ട് തട്ടിപ്പിനെതിരെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ എഴുതിയ പുസ്തകം ഏറ്റുവാങ്ങിയതാണ് CPM പ്രാദേശിക നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. എഴുത്തുകാരന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തത് സമാധാന അന്തരീക്ഷം തകർക്കാൻ സാമൂഹിക വിരുദ്ധർ ചെയ്തത് എന്ന ലഘുവായ വകുപ്പുകൾ ചുമത്തിയാണ്. ഇത് പാർട്ടിക്കാരുടെ പണിയാണെന്ന് വ്യക്തമായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് കാര്യമായ താല്പര്യം കാട്ടുന്നില്ല എന്ന പരാതിയുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലരാകുന്ന CPM തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കാൻ ഇതേ റീത്ത് ഭീഷണി തന്നെ ആയുധമാക്കുന്നവരാണ്. വീണ ജോർജിന്റെ വീടിന് മുന്നിലെ പ്രതിഷേധത്തെ അപലപിക്കുന്ന CPM കണ്ണൂരിലെ എഴുത്തുകാരനെ ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ച് മൗനം പാലിക്കുന്നത് പരിഹാസ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചു. CPMന്റേത് കാടൻ സംസ്കാരമാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും മറുവശത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് എന്ന് സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടി. ആരോഗ്യ വകുപ്പിന് റീത്ത് വെക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ജനങ്ങളും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആരോഗ്യ മേഖല വളരെ മികച്ച രീതിയിലാണ് നിൽക്കുന്നത്. അതിനെ അല്ല പറയുന്നത്. ഇപ്പോൾ ഉടനെ വരും ഈ CPMന്റെ സൈബർ വെട്ടുകിളിക്കൂട്ടം നമ്പർ 1 ആരോഗ്യ കേരളത്തെ വേട്ടയാടുന്നതെന്നും പറഞ്ഞുകൊണ്ട്. ഇത് അതിനെക്കുറിച്ചേ അല്ല പറയുന്നത്. ആരോഗ്യ മേഖലയെ ഇകഴ്ത്തി കാട്ടാനോ താറടിച്ച് കാണിക്കാനോ അല്ല ഈ സംസാരിക്കുന്നത്. ചികിത്സാ പിഴവുകൾ നിരന്തരം ഗുരുതരമായിട്ടുള്ള വീഴ്ചകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ചികിത്സാ പിഴവുകൾ എത്ര പേർക്കാണ് ഇതിന്റെ പേരിൽ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതേക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരു കുഞ്ഞു കുട്ടിക്ക് വിനോദിനി എന്ന
9 വയസ്സുകാരിക്ക് അവളുടെ കൈയാണ് മുറിച്ചു മാറ്റേണ്ടി വന്നത്. കളിക്കുന്നതിനിടയിൽ വീണ് പരിക്ക് പറ്റിയതാണ്. പ്ലാസ്റ്റർ ഇട്ടതാണ് കൈക്ക്. ഒടുക്കം ആ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ മാതാപിതാക്കൾക്ക് മകളെയെങ്കിലും രക്ഷിക്കണമല്ലോ എന്ന് കരുതിയിട്ട് കൈ മുറിച്ച് കളയുകയായിരുന്നു. അതിനവർ സമ്മതിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള പിഴവുകളാണ് ആരോഗ്യ മേഖലയിൽ പല ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വയറ്റിൽ കത്രിക വെക്കുക, കേബിളുകൾ വയറിൽ വെച്ച് മറന്നു പോകുക, ഇത്തരത്തിലുള്ള ചില ഏർപ്പാടുകളാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് കാലാകാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് ഇതുണ്ടായിരുന്നു. UDFന്റെ കാലത്തും ഇത്തരത്തിലുള്ള പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പിഴവുകൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അതിനൊരു അറുതി വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിഷേധം നടക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്ര പേടിക്കുന്നത്? സമരങ്ങളുടെ തീച്ചൂളയിൽ ചവിട്ടി നിന്നിട്ടുള്ളവരാണ് CPMകാർ. അതുകൊണ്ട് സമരം പ്രതിഷേധം എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തണ്ട എന്നൊക്കെ പറയുന്ന കൂട്ടര് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയപ്പോൾ നിന്ന് മോങ്ങുന്നത്. ഞങ്ങളുടെ നെഞ്ചത്ത് റീത്ത് വെക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യ മേഖലയിലെ തകർച്ച മറച്ചുവെക്കാൻ മന്ത്രി വീണ ജോർജ് ഇരവാദം ഉന്നയിക്കുകയാണെന്നും എന്നാൽ കണ്ണൂരിലെ എഴുത്തുകാരന് നേരെയുണ്ടായ ഭീഷണി CPM സ്പോൺസർ ചെയ്തതാണെന്നും ആക്ഷേപം ശക്തമാണ്. സ്വന്തം പാർട്ടിക്കാർ റീത്ത് വെക്കുമ്പോൾ അത് സ്വാഭാവിക പ്രതികരണവും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് ഭീകര പ്രവർത്തനവുമാകുന്നത് CPMന്റെ ഇരട്ടത്താപ്പ് രാഷ്ട്രീയം കേരളത്തിൽ വലിയ ചർച്ചയാകുകയാണ്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് ചികിത്സാ പിഴവുകളുടെയും അനാസ്ഥയുടെയും കയ്യബദ്ധങ്ങളുടെയും കൂത്തരങ്ങാവുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 5 വർഷം മുൻപ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവം. ഓരോ തവണ പിഴവുകൾ സംഭവിക്കുമ്പോഴും റിപ്പോർട്ട് തേടിയെന്ന പതിവ് പല്ലവി ആവർത്തിക്കുന്നതല്ലാതെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിലോ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിലോ സർക്കാർ പരാജയപ്പെടുന്നതായിട്ടാണ് വിവരാവകാശ രേഖകളിൽ പോലും വ്യക്തമാകുന്നത്. 2021 ജൂൺ മുതൽ 2025 നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 43 തവണയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ചികിത്സാ പിഴവുകളിൽ റിപ്പോർട്ട് തേടിയത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾക്ക് ശേഷമുള്ള നടപടി പരിശോധിച്ചാൽ ചിത്രം ദയനീയമാണ്. 19 പ്രധാന പരാതികളിൽ 10 എണ്ണത്തിൽ മാത്രമാണ് റിപ്പോർട്ട് ലഭിച്ചത്. ആകെ നടപടി നേരിട്ടത് 37 ജീവനക്കാർ മാത്രം. മെഡിക്കൽ കോളേജുകളിലെ 25 പരാതികളിൽ 23 റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. എന്നാൽ നടപടിയെടുത്തത് വെറും 4 ഡോക്ടർമാർക്കും 3 സ്റ്റാഫ് നഴ്സുമാർക്കുമെതിരെയാണ്. ചികിത്സാ പിഴവ് പരാതികൾ കുമിഞ്ഞുകൂടുമ്പോഴും ലഭിച്ച ആകെ പരാതികളുടെ കണക്കും സ്വീകരിച്ച നടപടികളും ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് സമ്മതിക്കുന്നു. തുടർ ചികിത്സയിലും സഹായധനത്തിലും കണക്കില്ല. ആരോഗ്യമന്ത്രിയുടെ പ്രധാന ജോലി റിപ്പോർട്ട് തേടൽ മാത്രമാണെന്ന് പ്രതിപക്ഷം ഇപ്പോൾ വിമർശനം ശക്തമാക്കുകയാണ്. എല്ലാ തവണയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി റിപ്പോർട്ട് തേടി എന്ന പല്ലവി മാത്രമാണ് വീണ ജോർജ് ആവർത്തിക്കുന്നത്. എന്നാൽ കുറ്റക്കാർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തുകയാണ്. ഈ വീണ ജോർജ് ആണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്റെ കൈക്കുമ്പിളിൽ ഭദ്രമാണെന്ന് തള്ളിമറിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.